ഇന്ന് മനസ്സ് ഭാരം ആയി ഉണർന്നോ? ഫോൺ മുഴങ്ങുമോ എന്ന് വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ഇന്നും ഒരു ജോലി സംബന്ധമായ വിളി വന്നില്ലെങ്കിൽ എന്താകും എന്ന് ഉള്ളിൽ മിണ്ടാതെയൊരു ഭയം കിടക്കുകയാണോ? എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച ഉയിർത്തെഴുന്നേറ്റ കർത്താവിന്റെ വെളിച്ചത്തിൽ തുറക്കാതെ നിൽക്കുന്ന വാതിലുകൾക്കായി ഈ ദിവസങ്ങളിൽ നാം തുടരുന്ന പ്രാർത്ഥനയാത്രയിൽ ഇന്ന് ഒഴിവാക്കാനാകാത്ത ഒരു ദിവസമാണ്. കാരണം ഇന്ന് നമ്മൾ വെറും ജോലി ചോദിക്കുന്നില്ല, അടഞ്ഞുപോയെന്ന് തോന്നുന്ന നമ്മുടെ ജീവിതത്തിന് വീണ്ടും ഒരു ദിശ തുറക്കണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. ചില കാത്തിരിപ്പുകൾ പുറത്തു കാണാൻ പറ്റില്ല, അത് മുഖത്തു എഴുതിയിട്ടുമില്ല. പക്ഷേ ഹൃദയത്തിന്റെ അകത്തളത്തിൽ അത് വലിയൊരു ശബ്ദമാകും. രാവിലെ കണ്ണു തുറന്ന ഉടൻ ഫോൺ നോക്കുക. സന്ദേശം വന്നോ എന്ന് വീണ്ടും തുറക്കുക. അപേക്ഷ അയച്ച സ്ഥാപനത്തിന്റെ പേര് ഓർത്ത് വീണ്ടും വീണ്ടും മനസ്സിൽ പറഞ്ഞു കാണുക. വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാധാരണ പോലെ ചിരിക്കാനായി ശ്രമിക്കുക. പക്ഷേ മുറിയിലേക്ക് പോയി ഒറ്റയ്ക്ക് ഇരുന്നാൽ കണ്ണ് നിറയും. അതാണ് ഇന്നത്തെ വേദന. ജോലി കിട്ടാത്തതിന്റെ മാത്രം വേദനയല്ല, താൻ മതി വരാത്തവനാണോ മതി വരാത്തവളാണോ എന്ന സംശയം ഉള്ളിൽ കയറിവരുന്ന വേദന. നിങ്ങളിൽ ചിലർക്ക് ഈ കാത്തിരിപ്പ് മാസങ്ങളായി നീളുന്നു. ചിലർക്കത് വർഷം കടന്നിരിക്കുന്നു. ചിലർ പഠനം കഴിഞ്ഞു സർട്ടിഫിക്കറ്റുകൾ മടക്കി വെച്ചിരിക്കുന്നു. ചിലർ പരീക്ഷ എഴുതി, അഭിമുഖം കഴിഞ്ഞു, മറുപടി മാത്രം വരാനുണ്ട്. ചിലർ വിദേശ ജോലിക്കായി രേഖകൾ കൊടുത്തിട്ട് നീണ്ട മൗനത്തിലാണ്. ചിലരുടെ വീട്ടിൽ വാടക തീയതി അടുത്തിരിക്കുന്നു. ചിലർക്ക് വായ്പാ തുക അടയ്ക്കാനുണ്ട്. ചിലർക്ക് പണിമുടങ്ങിയ വീട്ടിന്റെ ചുമരുകൾ ദിവസവും ഓർമ്മിപ്പിക്കുന്നു, ഒരു വരുമാനം കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ചില അമ്മമാർ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മകന്റെ ഭാവി ഓർത്ത് നിശബ്ദമായി കരയുന്നു. ചില അപ്പന്മാർ പുറത്തു കഠിനമായി നിൽക്കുന്നു, പക്ഷേ ഉള്ളിൽ തകർന്നിരിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥന അവരുടെ എല്ലാവരുടെയും ഹൃദയത്തേക്കാണ്. എങ്കിലും ഒരു പ്രധാന വേദനയെ നാം കർത്താവിന്റെ മുമ്പിൽ വെക്കുന്നു: ജോലി ലഭിക്കാനുള്ള കാത്തിരിപ്പ്. ഈ ഉയിർപ്പുകാലത്ത് കർത്താവ് നമുക്ക് തരുന്ന വചനം വെളിപ്പെടുത്തൽ 3:8 നിന്റെ മുമ്പിൽ ഞാൻ ആരും അടയ്ക്കാനാകാത്ത ഒരു തുറന്ന വാതിൽ വെച്ചിരിക്കുന്നു. എത്ര ചെറിയ വാക്യം, പക്ഷേ ഇന്ന് എത്ര വലിയ ആശ്വാസം. കർത്താവ് പറഞ്ഞത് ഇതല്ല, എല്ലാ വാതിലുകളും ഉടൻ തുറക്കും എന്ന്. അവൻ പറഞ്ഞത്, ഞാൻ ഒരു തുറന്ന വാതിൽ വെച്ചിരിക്കുന്നു എന്നാണ്. അതായത് എല്ലാവരും നിരസിച്ചാലും, എല്ലാ ഇടങ്ങളിലും വൈകിയാലും, മനുഷ്യരുടെ മറുപടികൾ തണുത്തുപോയാലും, ദൈവം ഒരുക്കിയ വാതിൽ വേറെയാണ്. അത് ഒരിക്കൽ തുറന്നാൽ അതിൽ മനുഷ്യന്റെ അസൂയക്കും താമസത്തിനും ശുപാർശക്കുറവിനും അവസാന വാക്ക് പറയാനാവില്ല. പക്ഷേ പ്രിയമുള്ളവരെ, നമുക്ക് സത്യസന്ധമായി സമ്മതിക്കാം, ഈ വചനം കേൾക്കാൻ മനസ്സ് ഇഷ്ടപ്പെടും. എന്നാൽ കാത്തിരിപ്പിൽ ജീവിക്കാൻ ശരീരം ക്ഷീണിക്കും. ഒരേ മറുപടി വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ വിശ്വാസം പോലും വിറയ്ക്കും. ഇനിയും നോക്കാം, ഇപ്പോൾ ഒഴിവില്ല, പിന്നീട് അറിയിക്കും, താങ്കളുടെ വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. ഈ വാചകങ്ങൾ ചിലപ്പോൾ കല്ലുപോലെ നെഞ്ചിൽ വീഴും. ഒരു ഘട്ടത്തിനു ശേഷം അപേക്ഷ അയക്കുന്നതിനു മുമ്പ് തന്നെ കൈവിറക്കും. ഇതും ഇല്ലെങ്കിൽ എന്ന ചോദ്യമാണ് ഏറ്റവും അധികം തകർക്കുന്നത്. സിക്കപ്പെടുന്നതിനേക്കാൾ ചിലപ്പോൾ നീണ്ട മൗനം കൂടുതൽ വേദനിപ്പിക്കും. അടഞ്ഞ വാതിലിന്റെ താഴെ ചെറിയൊരു വിടവിലൂടെ പുലർച്ചെ വെളിച്ചം ആദ്യം കടക്കുന്നതുപോലെ. ദൈവത്തിന്റെ പ്രവൃത്തിയും പലപ്പോഴും അങ്ങനെ തന്നെയാണ്. വാതിൽ മുഴുവൻ തുറന്നിട്ടില്ലെങ്കിലും വെളിച്ചം ആദ്യം അകത്തുവരും. എല്ലാം മാറിയിട്ടില്ലെങ്കിലും ശ്വാസം എടുക്കാൻ കഴിയുന്ന ഒരു പ്രത്യാശ ആദ്യം വരും. ജോലി കിട്ടുന്നതിന് മുമ്പ് തകർന്ന മനസ്സ് നേരെയാകും. മറുപടി ലഭിക്കുന്നതിന് മുമ്പ് വീണ്ടും അപേക്ഷ അയക്കാനുള്ള ധൈര്യം വരും. വരുമാനം തുടങ്ങുന്നതിന് മുമ്പ് ഉള്ളിലെ അപമാനബോധം ദൈവം കഴുകി തുടങ്ങും. ഉയിർപ്പിന്റെ രഹസ്യം ഇതാണ്: കല്ലറ തുറന്നതിനു മുമ്പ് പോലും പിതാവിന്റെ ശക്തി പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ നിശബ്ദതയിൽ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്നു കരുതരുത്. കർത്താവേ, മറ്റാർക്കും പറയാത്ത ഈ ചെറിയ ഭയം പോലും നീ കാണുന്നുണ്ടല്ലോ. ഇന്ന് ഇത് കേൾക്കുന്ന ഒരാൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം: ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ശ്രമിച്ചു, ഞാൻ പഠിച്ചു, ഞാൻ എന്ത് ചെയ്തു? എന്റെ മകനെ, എന്റെ മകളെ, എല്ലാ കാലതാമസവും നിന്റെ പരാജയത്തിന്റെ തെളിവല്ല. ചില താമസങ്ങൾ നിന്റെ സ്വഭാവത്തെ തകർക്കാതെ സൂക്ഷിക്കാൻ ദൈവം അനുവദിക്കുന്ന ഇടവേളകളാണ്. ചില വാതിലുകൾ അടയുന്നത് നീ വിലകുറഞ്ഞ ഇടങ്ങളിൽ ഒതുങ്ങിപ്പോകരുത് എന്നതിനും ആകാം. ചില മൗനങ്ങൾ നിന്നെ ശിക്ഷിക്കാൻ അല്ല,
നിന്റെ ഹൃദയം മനുഷ്യരുടെ കൈവശം മുഴുവൻ കൊടുക്കാതെ ദൈവത്തിന്റെ കയ്യിൽ സ്ഥാപിക്കാനാണ്. ഞാൻ ഒരു യുവതിയുടെ കാര്യം ഓർക്കുന്നു. പേര് പറയുന്നില്ല. മാസങ്ങളോളം ജോലി കിട്ടിയില്ല. അവളുടെ സർട്ടിഫിക്കറ്റുകൾ 3 തവണ തുറന്നു മൂടിയ ഒരു പഴയ നീല പ്ലാസ്റ്റിക് കവറിൽ തന്നെ കിടന്നിരുന്നു. ഓരോ രാവിലും അമ്മ അടുക്കളയിൽ ചായ തിളപ്പിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവൾ ആദ്യം കയ്യിൽ എടുക്കുന്നത് ഫോൺ ആയിരുന്നു. ഒരു ദിവസം അപേക്ഷ അയക്കാൻ ഇരുന്നു. അയക്കാനുള്ള ബട്ടൺ അമർത്തുന്നതിനു മുമ്പ് 10 മിനിറ്റ് കൈ നിൽക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ 2 നിരസനങ്ങൾ അവളുടെ ഉള്ളിൽ വലിയ മുറിവായി കിടന്നിരുന്നു. അന്ന് അവൾ പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് വലിയ അത്ഭുതമല്ല വേണ്ടത്. ഞാൻ വീണ്ടും ഒരു വാതിൽ തട്ടാൻ ധൈര്യം തരണമേ. അന്നേ ദിവസം വിളി വന്നില്ല, അടുത്ത ദിവസവും ഇല്ല. പക്ഷേ ഒരു മാറ്റം സംഭവിച്ചു. അവളുടെ ഉള്ളിലെ തകർച്ച കുറച്ചു ശാന്തമായി. 3-ാം ദിവസം അവൾ മുമ്പ് മടിച്ചിരുന്ന ഒരു സ്ഥാപനത്തിലേക്ക് വിനയത്തോടെ വീണ്ടും സന്ദേശം അയച്ചു. അതിന്റെ പിന്നാലെ അഭിമുഖത്തിന് വിളി വന്നു. ഉടൻ വലിയ ശമ്പളം അല്ല. ആദ്യ മാസത്തിൽ കയ്യിലെത്തിയതോ വീട്ടുവാടകയുടെ വലിയൊരു ഭാഗം തീർക്കാനും വീട്ടിൽ സാധനങ്ങൾ വാങ്ങാനും മതിയാകുന്ന ചെറിയ തുകയത്രേ. പക്ഷേ അവൾ പറഞ്ഞ വാക്ക് ഞാൻ മറക്കുന്നില്ല. ജോലിയേക്കാൾ മുമ്പ് ദൈവം എന്റെ മനസ്സ് കെട്ടിപ്പടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവം ഉടൻ എല്ലാം തീർക്കും എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളെ വഞ്ചിക്കില്ല. എന്നാൽ ദൈവം നിന്റെ കാത്തിരിപ്പ് പാഴാക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് തന്നെ നിയമന കത്ത് കിട്ടും എന്ന് ഞാൻ ഉറപ്പു തരുന്നില്ല. പക്ഷേ ഇന്ന് നിന്റെ ഉള്ളം വീണ്ടും തകരാതെ നിൽക്കാൻ കൃപ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയായ വാതിൽ തട്ടാൻ വിവേകം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെറ്റായ ഇടങ്ങളിൽ മുട്ടിവീഴാതെ ദൈവം നിന്നെ കാത്തുകൊള്ളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു ചെറിയ ആത്മീയ പ്രവൃത്തി ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ അപേക്ഷയ്ക്കുള്ള രേഖയോ സർട്ടിഫിക്കറ്റുകളുള്ള കവറോ ജോലി സംബന്ധമായ ഒരു പേപ്പറോ ഉണ്ടെങ്കിൽ അത് കയ്യിൽ പിടിക്കൂ. ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ വലത് കൈ നെഞ്ചിന്മേൽ വെക്കൂ. നമുക്ക് ഈ കാത്തിരിപ്പിനെ ഒളിപ്പിക്കാതെ കർത്താവിന്റെ മുമ്പിൽ വെക്കാം. ലജ്ജിക്കേണ്ട ചില മുറിവുകൾ വാക്കുകളാൽ തുറക്കാനാവില്ല. അവ കണ്ണീരാൽ മാത്രം തുറക്കും. ദൈവത്തിന് അത് മനസ്സിലാകും. യേശുവേ, തുറന്ന വാതിലുകളുടെ കർത്താവേ, ഇന്ന് ജോലി കാത്തിരിക്കുന്ന നിന്റെ മക്കളെ ഞാൻ നിന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നു. നിരസനത്തിന്റെ ഓർമ്മയാൽ കൈ വിറങ്ങലിച്ചിരിക്കുന്നവനെ സ്പർശിക്കണമേ. നിരാശയിൽ വിവരപത്രം മടക്കി വെച്ചിരിക്കുന്നവളെ ഉയർത്തണമേ. വീട്ടുവാടക അടുത്തതിനാൽ രാത്രിയിൽ ഉറങ്ങാതെ കിടക്കുന്ന കുടുംബത്തെ ഓർക്കണമേ. വായ്പ, കുടിശ്ശിക, മരുന്ന് ചെലവ്, മക്കളുടെ പഠനം, വീട്ടിലെ പ്രതീക്ഷകൾ, ഇവയൊക്കെയും ഒരാളുടെ നെഞ്ചിൽ കല്ലുപോലെ കിടക്കുന്നു. കർത്താവേ, ആ കല്ലിനു മുകളിൽ ഇന്ന് നിന്റെ ഉയിർപ്പിന്റെ വെളിച്ചം വീഴട്ടെ. മറുപടി വരാത്ത സന്ദേശങ്ങൾ മൂലം മടുത്തവർക്കു ക്ഷമ തരണമേ. വീണ്ടും ശ്രമിക്കാനുള്ള ധൈര്യം തരണമേ. തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക് പോകാതെ സൂക്ഷിക്കണമേ. അപമാനകരമായ വഴികൾ തിരഞ്ഞെടുക്കാതെ കാക്കണമേ. കൈക്കൂലി, കള്ളം, താഴ്ന്ന ഇടപാട്, ആത്മാഭിമാനം നശിപ്പിക്കുന്ന ബന്ധങ്ങൾ, ഇവയിൽ നിന്ന് നിന്റെ മക്കളെ ദൂരെയാക്കണമേ. ശരിയായ ആളെ കാണേണ്ടിടത്ത് കാണിക്കണമേ. ശരിയായ സ്ഥലത്ത് എത്തേണ്ടതുണ്ടെങ്കിൽ വഴികാട്ടണമേ. സംസാരിക്കേണ്ട വാക്കുകൾ തരണമേ. മിണ്ടാതിരിക്കേണ്ട സമയവും പഠിപ്പിക്കണമേ. അഭിമുഖത്തിനായി തയ്യാറാകുന്നവർക്കു സമാധാനം തരണമേ. വിസയും തൊഴിലാനുമതിയും കാത്തിരിക്കുന്നവരുടെ രേഖകൾ അനുകൂലമായി നീങ്ങട്ടെ. പലതവണ ശ്രമിച്ചിട്ടും ഫലം കണ്ടില്ലാത്തവരുടെ മനസ്സ് തകരാതിരിക്കട്ടെ. മറ്റുള്ളവരുടെ മുന്നേറ്റം കണ്ടു ഉള്ളിൽ കരിയുന്ന അസൂയും ആത്മനിന്ദയും നിന്റെ രക്തത്തിൽ കഴുകപ്പെടട്ടെ. ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞു തന്നെ ശപിക്കുന്ന മനസ്സ് ഇന്ന് ശാന്തമാകട്ടെ. നീ സൃഷ്ടിച്ചതിൽ പിഴവില്ല. നീ ഒരുക്കുന്ന സമയത്തും പിഴവില്ല. നീ തുറക്കുന്ന വാതിലിലും പിഴവില്ല. ഇപ്പോൾ ഈ വചനത്തെ ചേർത്ത് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ മുമ്പിൽ നീ വെച്ചിരിക്കുന്ന ആ തുറന്ന വാതിലിലേക്ക് എന്നെ നടത്തണമേ. ആരും അടയ്ക്കാനാവാത്ത വാതിൽ നീ അറിയുന്നുവല്ലോ. ഞാൻ തെറ്റായ വാതിലുകൾക്ക് മുന്നിൽ കരഞ്ഞു നിൽക്കാതെ നീ തുറക്കുന്ന വാതിലിന്റെ മുമ്പിൽ വിശ്വസ്തനായി നിൽക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേ. ഇന്ന് നിങ്ങൾ ഇവിടെ ഒരു കമന്റ് എഴുതണം. നിങ്ങളുടെ പേര് എഴുതാം. ആമേൻ എന്ന് എഴുതാം. അല്ലെങ്കിൽ വളരെ ലളിതമായി ഞാൻ ഒരു വാതിൽ കാത്തിരിക്കുന്നു എന്ന് എഴുതാം. ജോലി, അഭിമുഖം, വിസ, വീട്ടിലെ സമാധാനം, എന്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് ഒരു വാക്കിൽ എഴുതാം. ഇവിടെ എഴുതുന്ന ഓരോ പ്രാർത്ഥനാവാക്കും മറ്റൊരാളുടെ തളർന്ന വിശ്വാസത്തിന് കൈത്താങ്ങാകാം. ഈ ഇടം വെറും കമന്റ് സ്ഥലം അല്ല.
ഒരാളുടെ കണ്ണീർ മറ്റൊരാളുടെ പ്രത്യാശയെ ഉയർത്തുന്ന ഒരു പ്രാർത്ഥനാ കൂടാരമാകട്ടെ. ഇന്നത്തേത് ഒരു മാത്രം പ്രായോഗിക ചുവടാണ്. നിങ്ങൾ ഏറെക്കാലമായി മടിച്ചുവച്ചിരുന്ന ആ ഒരു തൊഴിൽ വാതിൽ ഇന്ന് തട്ടുക. നിങ്ങളുടെ വിവരപത്രം പുതുക്കി അയക്കേണ്ടിടത്ത് അയക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന സ്ഥാപനത്തിലേക്ക് വിനയത്തോടെ ഒരു പിന്തുടർച്ച സന്ദേശം അയക്കുക. ഒന്നു മാത്രം. എല്ലാം ഒരേ സമയം തീർക്കാൻ ശ്രമിക്കേണ്ട ഇന്ന് ഒരു വാതിൽ മാത്രം തട്ടുക. പ്രാർത്ഥനയ്ക്കു പിന്നാലെ ആ ചുവട് എടുക്കുക. വിശ്വാസം പലപ്പോൾ ഒരു ചെറിയ അനുസരണയിൽ നിന്നാണ് ശക്തമാകുന്നത്. ഈ സന്ദേശം നിങ്ങളെ സ്പർശിച്ചാൽ അതിനെ നിങ്ങളുടെ ഫോണിൽ മാത്രം ഒളിപ്പിക്കരുത്. ഒരു ജോലി കാത്തിരിക്കുന്ന സഹോദരന് അയക്കൂ. രാത്രി ഉറങ്ങാതെ കിടക്കുന്ന ഒരു യുവതിക്ക് അയക്കൂ. മകന്റെ ഭാവിക്കായി കരയുന്ന ഒരു അമ്മയ്ക്ക് അയക്കൂ. ഇന്ന് ഒരു ഫോൺ പോലും ദൈവവചനത്തിന്റെ പ്രസംഗപീഠമാകാം. നിങ്ങൾ പങ്കുവെക്കുന്ന ഈ പ്രാർത്ഥന മറ്റൊരാളുടെ കണ്ണീരിന് ദൈവത്തിന്റെ മറുപടിയായി മാറാം. ഇപ്പോൾ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു വിടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ജോലി കാത്തിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ സമാധാനം വരട്ടെ. വീണ്ടും തട്ടാൻ ധൈര്യം വരട്ടെ. തെറ്റായ വാതിലുകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കട്ടെ. ശരിയായ വാതിൽ തുറക്കുമ്പോൾ തിരിച്ചറിയാനുള്ള വെളിച്ചം ലഭിക്കട്ടെ. വീട്ടിലെ അപമാനഭയം മാറട്ടെ. നിങ്ങളുടെ കണ്ണീർ ദൈവത്തിന്റെ കയ്യിൽ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ടിരിക്കട്ടെ. അടഞ്ഞ വാതിലിനു മുമ്പിൽ നിന്റെ മനസ്സ് അടയരുതേ. ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. ഞാൻ നാളെ പുലർച്ചെ കൃത്യം 4:05 തീർച്ചയായും വീണ്ടും നിങ്ങളെ കാണാം.